ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മനോസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ബേക്കറികളിലൊക്കെ കിട്ടുന്ന ബ്രെഡ് റോളില്ലേ, നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണ്. അതിൻ്റെ സെയിം ടേസ്റ്റിൽ എന്നാൽ അതിലും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആദ്യം നമ്മൾ ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർക്കുന്നില്ല, കുട്ടികൾക്ക് കൊടുക്കണമെന്നുള്ളതുകൊണ്ടാണ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സവോള നല്ലതായിട്ട് വാടണം, ഇഞ്ചിയുടെ ആ ഒരു പച്ചപ്പ് മാറും വേണം, അതുവരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള വാടി ഇഞ്ചിയുടെ പച്ചപ്പ് മാറിക്കഴിയുമ്പോൾ പൊടികൾ ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ചേർക്കാം. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അധികം എരിവ് കാണത്തില്ല. ഈ മസാലയ്ക്ക് ഒത്തിരി എരിവ് വേണ്ട കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പൊടികളുടെ ആ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികൾ മൂക്കുന്നത് വരെ ചെറിയ തീയിലിട്ട് വഴറ്റാം. പൊടികളൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഈ ബ്രെഡ് റോള് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ചിക്കനാണ് മെയിനായിട്ടും മസാലയായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിക്കൻ വേണമെന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ ഇട്ട് സവാള വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചെറിയ പീസുകളായിട്ട് മുറിച്ചിട്ട് അത് ചേർത്ത് കൊടുത്താൽ മതി. അതായത് ഈ മുട്ടയ്ക്ക് പകരം ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് ചിക്കിയെടുക്കാം. പക്ഷേ ശരിക്കും ഈ ചിക്കൻ ഇല്ലെങ്കിൽ പോലും ഈ മസാല അല്ലെങ്കിൽ ഈ സ്നാക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ബ്രെഡ് റോളിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ അതെ, മുട്ട നല്ലതായിട്ട് ചിക്കിയെടുത്തു. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് ഒരല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. ഇത് നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലില്ലെങ്കിലും ഒഴിവാക്കാം കേട്ടോ. മുട്ട ചിക്കിയത് മാത്രം മതി. ഇത് ചേർക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ മുട്ട ചിക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് വെച്ചിട്ടുണ്ട്. 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കണം. പുഴുങ്ങിയതിന് ശേഷം കട്ടയൊന്നും ഇല്ലാതെ നല്ലതായിട്ട് ഉടച്ച് വയ്ക്കാം. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ച മുട്ട ചിക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് മൈദമാവും കൂടി ചേർക്കുന്നുണ്ട്. ഒത്തിരിയല്ല, 2-3 ടീസ്പൂൺ മതി. അത് ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ കൂട്ട് ഷേപ്പ് ചെയ്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാതിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് മുട്ടയും മാത്രമാണെങ്കിൽ ഈ ഫില്ലിങ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ എണ്ണയിലോട്ട് ഇടുന്ന സമയത്ത് അത് പൊട്ടി അതിൻ്റെ ഉള്ളിലൊക്കെ എണ്ണയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഒരല്പം മൈദമാവ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ 2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ, അത്രയും മതി. മൈദയുടെ അളവ് ഒട്ടും കൂടാൻ പാടില്ല, കാരണം നമ്മളിത് കഴിക്കുമ്പോൾ ഇതിനകത്ത് മൈദ നമ്മൾ ചേർത്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റരുത്. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മൾ ആദ്യം മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അത് കണക്കാക്കി വേണം ഇട്ട് കൊടുക്കാൻ. ഇതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറമേയുള്ള കോട്ടിംഗ് റെഡിയാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 4 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട, ജസ്റ്റ് മിക്സിയിലിട്ട് നല്ലോണം ഇങ്ങനെ പൊടിച്ചങ്ങ് എടുത്താൽ മതി. പിന്നെ വേണ്ടത് മൈദയുടെ ഒരു കോട്ടിംഗ് ആണ്. അപ്പോൾ ഒരു ബൗളിൽ 3-4 ടീസ്പൂൺ മൈദ എടുക്കാം. ഇതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവായിട്ട് കലക്കിയെടുക്കാം. ഇത് കുറച്ച് ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് മുക്കിയിട്ട് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പം നമ്മൾ കഴിക്കുമ്പോൾ ഇതിൻ്റെ ആ മൈദയുടെ തിക്കായിട്ടുള്ള കോട്ടിംഗ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അത് കഴിക്കാൻ അത്ര നല്ലതായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടിംഗ് മതി. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ആദ്യം കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ലൂസാക്കി കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്, കണ്ടോ? ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇനി നമുക്കിത് ഷേപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തേച്ചിട്ടുണ്ട്. അത് എണ്ണ തേക്കണമെന്ന് നിർബന്ധമില്ല, പെട്ടെന്ന് എളുപ്പത്തിന് നമുക്ക് ഷേപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരല്പം എണ്ണയൊന്ന് തേച്ചോന്നേ ഉള്ളൂ. ഇനി കുറച്ച് മസാല എടുത്തിട്ട് ചെറിയൊരു റോള് പോലെ ആക്കിയെടുക്കാം. ഒത്തിരി നീളത്തിനല്ല കേട്ടോ, കുഞ്ഞൊരു റോളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തങ്ങ് എടുത്താൽ മതി.
അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്യാം. ഫുള്ള് മസാലയും ഷേപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെ മൈദയിലും ബ്രെഡ് ക്രംസിലും ഒക്കെ കോട്ട് ചെയ്തെടുക്കുക. അതാണ് എളുപ്പം. മസാല എല്ലാം നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി ഒരു റോൾ എടുത്ത് ആദ്യം മൈദയിൽ മുക്കുക. മൈദ മുക്കി എടുക്കുമ്പോൾ കണ്ടോ, വളരെ തിന്നായിട്ടുള്ളൊരു കോട്ടിങ്ങേ ഉള്ളൂ അതിൻ്റെ മുകളിൽ. ഇങ്ങനെ വരാവുള്ളൂ കേട്ടോ, ഒത്തിരി കുറുകിയ മാവായിരിക്കരുത്. എന്നിട്ട് ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഫുള്ള് നല്ലതായിട്ട് അങ്ങ് കവർ ചെയ്യണം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ റോളെല്ലാം നമ്മൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നിങ്ങളത് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ കൈവച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ പതുക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ബ്രെഡ് ക്രംസ് നന്നായിട്ട് അതിനകത്തോട്ടങ്ങ് സെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുത്ത് കഴിയുമ്പോഴായാലും ആ ബ്രെഡ് ക്രംസ് തരി പോലെ മുകളിൽ കാണത്തില്ല. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇത് നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല, കാരണം ഇതിൻ്റെ മസാല എല്ലാം വെന്തതാണല്ലോ. അപ്പോൾ പുറമേ ഉള്ള ആ കോട്ടിങ് മാത്രം ഒന്ന് ബ്രൗൺ ആയി ഒന്ന് ക്രിസ്പി ആയി കിട്ടിയാൽ മതി. അതുപോലെ എണ്ണ ഒരുപാട് ചൂടാവാനും പാടില്ല, കാരണം ബ്രെഡൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ചൂട് എണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രൗൺ ആയി പോകും. അപ്പോൾ ഒരു മീഡിയം ചൂടിലിട്ട് ഫ്രൈ ചെയ്യണം. അപ്പോൾ എണ്ണ ആവശ്യത്തിന് ചൂടാണിപ്പോൾ. ഞാൻ ഇതിനകത്തേക്ക് നമുക്ക് ഈ റോളുകൾ ഇട്ട് കൊടുക്കാം. ഒരു സമയം ഞാനൊരു 4 എണ്ണം ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇത് എണ്ണയിൽ ഒരുപാട് സമയം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം വെന്ത സാധനങ്ങളാണ്. അപ്പോൾ പുറമേ മാത്രം ഒന്ന് ഗോൾഡൻ കളറായാൽ മതി, ഒന്ന് ക്രിസ്പി ആവണം. അപ്പോൾ എപ്പോഴും ഒരു മീഡിയം ചൂടിലിട്ടിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ബ്രൗൺ ആവുന്നതിനനുസരിച്ച് അതങ്ങ് മാറ്റാൻ പറ്റും. ഒരുപാട് സമയം എടുക്കത്തില്ല. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഫ്രൈ ചെയ്ത് എടുക്കുവാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ നല്ല ചൂടോടുകൂടി കഴിക്കുന്നേക്കാളും കുറച്ച് സമയം വെച്ചിട്ട്, നല്ല ചൂടങ്ങ് മാറിയിട്ട് ഒരല്പം ഒന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന റോളായാലും അങ്ങനെയല്ലേ, കുറച്ചൊന്ന് തണുത്ത സാധനമായിരിക്കും. അപ്പോൾ അത് ആ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റും ആ പുറമേ ഉള്ള മൈദയുടെ കോട്ടിങ്ങിൻ്റെ ആ ഒരു ടേസ്റ്റും ഒക്കെ വരണമെങ്കിൽ കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായമൊക്കെ അറിയിക്കണം. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കാനും മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.